അപ്പോൾ നമ്മൾ ചെന്നൈയിലെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ നമ്മൾ തന്നെ ഇവിടുന്ന് നേരെ ചെന്നൈയിലെ നൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഡെയിലി നിങ്ങൾ പഴയ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളുക. അപ്പോൾ അതിനകത്ത് മെറീന ബീച്ച് കാര്യങ്ങൾ നമ്മൾ വന്ന രീതി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നൈറ്റ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. നൈറ്റ് ഫുഡ് കഴിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ ഇനി ബീച്ചിലൊക്കെ ഒന്ന് പോയി. അപ്പോൾ എന്തൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്ന് അറിയണം. എന്തൊക്കെ കാര്യങ്ങളാണ് നൈറ്റിൽ ചെന്നൈയിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. ജസ്റ്റ് നമുക്ക് നോക്കാം, കണ്ടു നോക്കാം അല്ലേ? ഓക്കെ, റൈറ്റി. അരുണും ഞാനും കൂടെ ലിഫ്റ്റിനകത്ത് കയറിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ പോവാണ് കേട്ടോ. ഞങ്ങൾ പോയിട്ട് ലിഫ്റ്റ് തുറന്നിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിൽ ഇതായിരുന്നു. ഹോട്ടലിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരതീയ സലൈ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രീറ്റിലാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നൈയുടെ നൈറ്റ് ഫുഡ് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, പിന്നെ നൈറ്റിലുള്ള ചെന്നൈയുടെ തിരക്ക് കാര്യങ്ങളൊക്കെ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു സെറ്റപ്പിലൊക്കെയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ തിരക്ക് കേട്ടോ. നല്ല തിരക്കാണ്. നമ്മുടെ ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഉള്ള പോലെയല്ല, ഇവിടെ ഭയങ്കര തിരക്കാണ്. മൊത്തത്തിൽ ഈ തിരക്ക് നോക്കിയാലും നിങ്ങൾക്ക് തിരക്ക് കാണാൻ പറ്റും കണ്ടോ. ഫുൾ ആൾക്കാർ ആക്റ്റീവാണ് കേട്ടോ. ഫുള്ള് ഇപ്പോൾ ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്തും അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട്. നല്ല ഇത് ഇപ്പോൾ ഇവിടെ ഒരു ഷൂ ഷോപ്പുണ്ട്. ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പകൽ വന്നപ്പോൾ കണ്ട പോലെ തന്നെയുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെയുണ്ട്. കച്ചവടവും കാര്യങ്ങളും എല്ലാം രാത്രിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ മൊത്തം ഈ സൈഡിലുള്ള കടകളിലെല്ലാം ഈ പറഞ്ഞ ഉള്ള കച്ചവടവും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ മൊത്തം ബുക്ക് സ്റ്റോളുകളാണ്. ഈ ഏരിയയിൽ മൊത്തം ബുക്ക് സ്റ്റോളുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ സ്ഥലത്ത് കുറച്ച് കോളേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ബുക്ക് സ്റ്റോളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ മുമ്പോട്ട് പോയി നോക്കാം എന്താ സംഭവം. ഇവിടെയൊക്കെ ബുക്ക് സ്റ്റോളുകളൊക്കെ പുറയിലെല്ലാം ബുക്ക് സ്റ്റോളുകളായിരുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ കണ്ട സ്ഥലത്തെല്ലാം ബുക്ക് സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടുന്ന് നേരെ നമ്മൾ കണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇത് എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ ഹോട്ടൽ കണ്ടുപിടിക്കാൻ തിരിച്ച് വരുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇപ്പം അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അതായത് നോക്കാം, മുമ്പോട്ട് തന്നെ പോയി നോക്കാമെന്ന് ഓർത്ത് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് കണ്ടോ, ഈ സൈഡിലൊക്കെ കണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ബുക്ക് സ്റ്റോളുകളൊക്കെ ഭയങ്കര എന്താ പറയുക സെറ്റപ്പായിട്ടായിരിക്കും വെക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ കണ്ടോ, ഇത് മൊത്തം ബുക്കുകളാണ്. പല ടൈപ്പിലുള്ള ബുക്കുകളും കാര്യങ്ങളും എല്ലാം ആയിട്ട്, അതായത് നമുക്ക് സ്റ്റുഡൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ബുക്കുകളും അങ്ങനത്തെ പല പല ബുക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ബുക്ക് സ്റ്റോളുകളാണ് കേട്ടോ. ഇത് ക്ലോസ് ആയിപ്പോയി. നമ്മൾ വന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് ക്ലോസ് ആയിപ്പോയി. അവിടെ കണ്ട ബുക്ക് സ്റ്റോളിൻ്റെ സൈഡിലൊരു കാള നിൽക്കും. ഇതൊക്കെ ബുക്ക് സ്റ്റോളാണ്. ഇതുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ഓക്സ്ഫോർഡിൻ്റെ ഡിക്ഷണറി വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ വേണ്ട ബീച്ചിലേക്ക് വന്നേക്കോട്ടോ. പിന്നെയും ഇവിടെയൊക്കെയുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. എല്ലാവരും പോയി. ഇവിടെ ഒന്നും ഒരു മനുഷ്യനുമില്ല. ഇവിടെ എല്ലാവർക്കും ചിലപ്പോൾ അവിടെ ആയിരിക്കും നമ്മൾ വന്നിട്ടുണ്ടാവും. അല്ല, അവിടെ അല്ല, നമ്മൾ അപ്പുറേ വന്നേ, അവിടെ വന്നേ. കാരണം എന്താ അറിയോ, നമ്മൾ ഇതിലേ വന്നിട്ട് ഇതിലേ അല്ലേ ഓട്ടോയിൽ പോയത്. അപ്പോൾ നമ്മൾ വന്ന എവിടെയാണെന്ന് അറിയാൻ മേലാതെ നമ്മൾ തപ്പി നടക്കാം കേട്ടോ. എന്താണ് നമുക്ക് ചെറിയ ഇവിടുത്തെ ബീച്ചിലെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വേണ്ട, ഇവിടെ എല്ലാം ഷോപ്സാണ് കേട്ടോ. ഇവിടെ കരിമ്പ് ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മറ്റേ പൊട്ടറ്റോ ചിപ്സ് ഉണ്ട്. ഇതുണ്ടോ, ഈ കടയിലിരിക്കുന്ന മൊത്തം പൊട്ടറ്റോ ചിപ്സാണ്. ഈ സൈഡിൽ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടോ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ തപ്പിപ്പോകുന്ന നമ്മൾ കയറിയ സ്ഥലം ഇവിടെ. ഇത് ജ്യൂസ് അവിടെ ഗോലി സോഡ വരുമ്പോൾ തിരിച്ചു വരുന്നുണ്ടോ. ഇങ്ങനെയുള്ള കടകളെല്ലാം സൈഡിൽ കൂടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ പച്ചക്കറി വെച്ചു. ഇത് തന്നെയാണ് പച്ചക്കറി വെച്ചേക്കുന്നത്. എന്താ അത്? ഇല്ല, പച്ചക്കറി കടയാടാ. ഇല്ല, പച്ചക്കറി കടയാ. ചുമ്മാ പച്ചക്കറി കൊടുക്കുന്ന കട. ഇത് ചോളം. ഇവിടെയുള്ള കടകളെല്ലാം അടച്ചു കേട്ടോ. രാത്രി നമ്മൾ വന്നപ്പോഴത്തേക്ക് അടച്ചു പോയി. ഇതൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള കടകളായിരിക്കും അല്ലേ? തിരക്കില്ലാത്തതിൻ്റെ പേരിൽ തുറക്കാത്തതായിരിക്കും. ഇതെന്താ ഇത് കട? എടാ, മീൻ വറുത്തതൊക്കെയാ. ഗോബി ഫ്രൈ, എന്താ ചിക്കൻ റൈസ്. ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇവിടുത്തെ ചിക്കൻ റൈസ് എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസാണ്.
ഇവിടെ ഉണ്ട് കേട്ടോ ഗോലി സോഡ. ഇത് ഗോലി സോഡയാണ് ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗോലി സോഡ. അപ്പോൾ അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. ബീച്ചിൽ നിന്ന് റോഡിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെ നമുക്കൊന്നും നല്ലതൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് നേരെ പോയി നോക്കുന്നത് ഞങ്ങൾ ഈ റോഡിൽ കൂടെ തന്നെ അങ്ങ് പോകാട്ടോ. പോയിട്ട് നമുക്ക് മെയിൻ ബീച്ചിലേക്ക് പോകണം. ഇല്ലടാ, മെയിൻ ബീച്ചിലേക്ക്. ഇപ്പോൾ നമ്മൾ എവിടെയോ വന്ന് എത്തിയേക്കുവാണ്. എവിടെ ആണെന്നൊന്നും ചോദിക്കരുത്, ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളേതായാലും ഗൂഗിൾ ലൊക്കേഷൻ നോക്കാതെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുക. എവിടെ ചെല്ലുന്നു അവിടുന്ന് പറയുന്നതാണ്. എവിടെ എത്തുന്നു എന്നൊന്നും അറിയത്തില്ല. ഞങ്ങളങ്ങ് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള മാത്രം ഉള്ളൂ. നോക്കാം. ഈ ഭാഗത്തൊന്നും വന്നതായിട്ട് ഇല്ല, നമ്മൾ ഇതിൽ വന്നിട്ടില്ല. ഇതുപോലത്തെ ആ ഒപ്പറ കാണുന്നത് കണ്ടോ, ഈ കാണുന്ന ആ സംഭവം കണ്ടോ, അവിടെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ആ വഴി നടന്ന് വന്നിട്ട് വേണ്ട ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ തട്ടുകടയാണ്. ഒരു വീഡിയോ എടുത്തില്ലാമാ? ഇല്ല. പിന്നെ വന്നോ. ഓ അപ്പോൾ അതെ സാധനം എത്തിയിരിക്കുകയാണ്. നമ്മളെ കഴിച്ച മീൻ ഒരു പ്ലേറ്റ് 140 അല്ലേ? 140 ഉണ്ട്. ഫിഷിൻ്റെ കാര്യം അന്വേഷിക്കണോ? ഫിഷ് ഫ്രഷാണോ? ഞങ്ങൾ ഇത്ര നേരം കാര്യം പറഞ്ഞ് ഈ ബീച്ചൊക്കെ കണ്ട് ഞങ്ങൾ ബീച്ച് എവിടെയാണെന്നൊക്കെ നോക്കി നടന്നു പോരുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബാഗ് കാണാനില്ലായിരുന്നു. അപ്പോൾ ആ ബാഗ് കടയിൽ വെച്ചിട്ട് ആ ബാഗ് കടയിൽ വെച്ച് മറന്നു പോന്നു. അപ്പോൾ ആ ബാഗിനകത്തെ വില എന്ന് പറഞ്ഞാൽ ഗോപ്രോ എൻ്റെ ഒന്ന് ഇരിപ്പുണ്ട്. ഏകദേശം ഒരു 40-45 രൂപ കൂട്ടാം. മെമ്മറി കാർഡും അതെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ എത്തുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 100-150 മീറ്റർ ഇങ്ങോട്ട് പോകുന്നു. എന്തോ പറഞ്ഞവൻ മനസ്സിലാകാത്തൊരു കുഴപ്പമില്ല. എന്തായാൽ മതിയായിരുന്നു ബാഗിലൂടെ. സീ ഫുഡ് കണ്ട് എന്താ കസേര എടുക്കുന്നുണ്ടോ? അതാണോടാ കട? സീ ബേഡ്. അപ്പോൾ അതെ ബാഗ് അതേപോലെ തന്നെ കിട്ടി. ബാഗിനകത്ത് ഇനി സാധനങ്ങളുണ്ടോ നോക്കട്ടെ. വെയിറ്റ് ഉണ്ടല്ലേ. ഇതുവരും കൂടെ ഏകദേശം ഒരു 3/4 കിലോമീറ്ററോളം നടന്നു പോയായിരുന്നു. അപ്പം ഞങ്ങൾ ഈ കടലിൻ്റെ കാര്യങ്ങളും ഇത് പറഞ്ഞ് കടയിലെ കാര്യങ്ങളും കപ്പ ചിപ്സും പിന്നെ ബജ്ജിയും ചായയും കുടിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങളങ്ങ് പോയി. അപ്പോഴാണ് ഈ ബാഗ് വെച്ച് മറന്നുപോയത്. അപ്പോൾ ഇത് പിന്നെ എടുക്കാനായിട്ട് തിരിച്ച് ഞങ്ങൾ പെട്ടെന്ന് എത്തിയിട്ടോ. ഞങ്ങൾ ഈ മണലിക്കോടെ നടന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതെ നടന്നാൽ നീങ്ങുകയില്ല, കാല് വേദന എടുക്കാനും തുടങ്ങി. അപ്പം അങ്ങനെ ഏതായാലും സാധനം പോയിട്ടില്ല. അതിനകത്തുണ്ടല്ലോ അല്ലേ? ഗോപ്രോ ഉണ്ട്, മതി. നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു. ഒന്നും പോയിട്ടില്ല കായ്സ്. അപ്പോൾ ഇതേ നമ്മൾ അടുത്ത സാധനം ട്രൈ ചെയ്യാനായിട്ട് വന്നേക്കാണ് കേട്ടോ. മുളക് ബജ്ജി ഉണ്ട്. മുളക് ബജ്ജി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ട്രൈ ചെയ്യാൻ പോകട്ടോ. നോക്കാം എന്തായാലും. 6.5 hours later. അപ്പോൾ ഈ സാധനം വന്നിട്ടുണ്ട്. നല്ല ചൂട് മുളക് ബജ്ജി വിത്ത്
ഗ്ലാസ് ഓഫ് ചട്നി. എന്ത് ചട്നിയാണെന്ന് അറിയത്തില്ല, നോക്കാം എന്തായാലും. കഴിച്ചു നോക്കാമെന്ന് ഓർത്തിരിക്കുക. നല്ല ചൂടാണ്, അതുകൊണ്ട് ഇപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല. A few moments later.